மாற்றினார். എന്നാൽ ദൈവം യാക്കോബിനെ ഇസ്രായേലായി മാറ്റുന്നുണ്ട്. அவன் சந்ததி முழுவதும் 12 கோத்திர பிதாக்களாய் எழும்பினார்கள். അവന്റെ സന്തതി പരമ്പര 12 ഗോത്ര പിതാക്കന്മാരായി മാറി. 12 கோத்திர பிதாக்களும் தேவனை வழிபடுவதை விட்டு விலகி വിഗ്രഹങ്ങളെ വഴിപട ആരംഭിച്ചാர்கள். ഈ 12 ഗോത്ര പിതാക്കന്മാരും ദൈവത്തിൽ നിന്ന് മാറി വിഗ്രഹാരാധികളായി മാറുന്നുണ്ട്. അതിനിമിത്തമായി അവർക്ക് കൊടുക്കപ്പെട്ട ആലയങ്ങൾ ഇടിക്കപ്പെട്ടത്. അതുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി നൽകപ്പെട്ടതായ ആലയങ്ങളെ തകർത്തു കളഞ്ഞു. മോശെ മൂലം മലയിൽ ഉനക്ക് കാണിക്കപ്പെട്ട മാതിരിമടിയായ ഒരു ആസരിപ്പ് കൂടാരത്തെ ഉണ്ടാക്കുവായാക എന്ന് சொன்னார். മോശ മുഖാന്തരമായി ദൈവം മനുഷ്യനോട് വസിക്കണം എന്നുള്ള മുൻമാതൃകയായ ഒരു കൂടാരത്തെ ദൈവം സൃഷ്ടിക്ക് നൽകുകയുണ്ടായി. ஆனால் அந்த கூடாரத்தில் தேவன் മഹിമയായി വെളിപ്പെട്ട പോതും ആ കൂടാരത്തില് ദൈവം മഹത്വത്തോടെ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അവർക്ക് മുൻപാക ആസരിപ്പ് കൂടാരം എടുത്തു ചെല്ലപ്പെട്ട പോതും അവരുടെ മുൻപാകെയുള്ളതായി സമാഗമന കൂടാരം ചുമന്നുകൊണ്ടുപോയപ്പോഴും അവർ ദേവനെ ദുഃഖപ്പെടുത്ത ആരംഭിച്ചാர்கள். അവർ ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ വാസിക്കുന്നപടിയായി 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ അവർ പുസിക്കും കുടിക്കും ഉക്കാനും എഴുന്നേൽക്കുകയും ചെയ്താர்கள். അവർ തിന്നുവാനും കുടിക്കുവാനും ആനന്ദിക്കുവാനും എഴുന്നേറ്റു എന്ന് പറയുന്നു. ദേവനെ അവകൾ മൂലமாக മഹാ ദുഃഖപ്പെടുത്തിനാர்கள். അവരുടെ ജീവിതത്തിന്റെ നടപടിക്രമങ്ങളോട് അവർ ദൈവത്തെ വളരെയധികമായി വേദനിപ്പിച്ചു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 8 മുതൽ ഞാൻ വാസിക്കുന്നേൻ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലെ 8 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അവരിൽ ചിലർ വേശ്യത്തനമണി ഒരേ നാൾ 23,000 പേർ വീണു പോനാர்கள். അവരിൽ ചിലർ വേശ്യാവൃത്തി ചെയ്ത് വ്യഭിചാരം ചെയ്ത് ഒരു നാളില് 3000-ലധികം ആളുകളെ മരിച്ചു പോയതായി വായിക്കുന്നു. അതുപോലെ നാം വേശ്യത്തനം അനാദരൂപമാക ആ വിധത്തില് നാമും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ ചിലർ ക്രിസ്തുവെ പരീക്ഷയെ പാർത്ത് പാമ്പുകളാൽ അഴിക്കപ്പെട്ടാர்கள். അവരിൽ ചിലർ പരസംഗം ചെയ്ത് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ മുറുമുറുത്ത് സംഹാരക്കാരൻ അഴിക്കപ്പെട്ടാர்கள். അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. ഇവിധமாக അവർ வாழ்நாள் മുഴുവനും സംഹാരത്തിற்கு എതിരமான കാര്യങ്ങളെ ചെയ്താர்கள். ഈ വിധത്തിൽ അവരുടെ ആയുഷ്കാലം മുഴുവൻ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇവരുടെ ആസരിപ്പ് കൂടാരത്തെ ദേവൻ നീക്കി പോട്ടാ. അതുകൊണ്ട് ഇവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നതായ ദൈവം തന്റെ കൂടാരത്തെ അവരുടെ മധ്യത്തിൽ നിന്ന് മാറ്റിക്കളയുകയാണ്. യേശു ക്രിസ്തുവിലെ സമ്പൂർണതയിലേക്ക് വളരുവാനായി ദൈവം കൊടുത്തതായ പ്രമാണങ്ങളെയും അവർ തള്ളിക്കളഞ്ഞു. അവരിൽ ഒരു വ്യക്തി പോലും പൂർണ്ണമായി ദൈവത്തെ അറിയുവാൻ ശ്രമിച്ചില്ല. വീണ്ടും ശലോമോനിലൂടെ ദൈവാലയം പണിയപ്പെട്ടു. அந்த ஆலயத்திலும் இவருடைய ஆராதனை வழிபாடு முறைகள் தேவனை துக்கப்படுத்துவதாயிருந்தபடியினால் ആ ശലോമോൻ പണിതായ ദേവാലയത്തിലും ദൈവത്തെ ആരാധിച്ചവർ ആ ആരാധനയിലും വഴിപാടുകളിലും ദൈവത്തെ വേദനിപ്പിച്ചതായി കാണുന്നുണ്ട്. 36-ാം അധ്യായത്തിൽ വാസിക്കുന്നപടി നെബൂഖദ്നേസർ കൊണ്ട് ആലയത്തെ തീക്കൊളുത്തിനാർ. സംഖ്യാപുസ്തകം 36-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ആ ദേവാലയത്തെ തകർത്ത് കളഞ്ഞത്, കത്തിച്ചു കളഞ്ഞതായിട്ട്. മറുപടിയുமாக സെയൽത്തിയേലിൻ കുമാരനായ സെരുബാബേലിനെ കൊണ്ട് ദേവൻ കട്ടിനാർ. സെയൽത്തിയേലിന്റെ മകനായ സെരുബാബേലിനെ കൊണ്ട് വീണ്ടും ദേവാലയം ദൈവം പണിതെടുപ്പിക്കുന്നു. ആ ദേവാലയവും തകർന്നു പോകുന്നുണ്ട്. എന്നാൽ ഇവർക്ക് ആലയത്തെ കുറിച്ചും ആണ്ടവരെ കുറിച്ചും കവലയറ്റവരായിരുന്നപടിയാൽ കാരണം ഇവർ ദൈവത്തെ കുറിച്ചും ദൈവത്തിന്റെ വരവിനെ കുറിച്ചുമുള്ളതായ കാര്യാദികളിൽ അവര് ഒരുക്കമില്ലാത്തവരായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തെ ആരാധിച്ചിരുന്നതായ അവരുടെ ആരാധന പലപ്പോഴും മായമുള്ളതായി മാറുകയാണ്. ദൈവം ഇവരെ നോക്കി വളരെയധികം വേദനപ്പെടുകയാണ്. ദേവൻ കൃപയായ പെരിയ ഹേരോദ് എന്നപ്പെട്ട കാർപ്പന്യ ദേശാധിപതിയെ കൊണ്ട് ആലയത്തെ 25 ആണ്ടുകൾ പുതുപ്പിച്ചു കൊടുത്താർ. പെരിയ ഹേരോദ് என்பவனை കൊണ്ട് പെരിയ വിരോധി എന്ന ഹേരോദ്യനെ കൊണ്ട് 25 ആണ്ടുകാലങ്ങൾ 25 വർഷങ്ങൾ കൃപയാക മറുപടിയും ആലയത്തെ പുതുപ്പിച്ചു കൊടുത്താർ. വീണ്ടും ഈ ആലയത്തെ പുതുക്കി പണിയുവാൻ ശ്രമിക്കുന്നുണ്ട്. அந்த ஆலயத்தில் ஆண்டவர் இயேசுவும் ലൂക്കാ 19-ാം അധ്യായം 42-ാം വചനത്തിൻപടി ലൂക്കോസ് 19-ാം അധ്യായത്തിന് 42-ാം വാക്യം അനുസരിച്ച് ഈ ആലയത്തെയും കല്ലിന് മേൽ കല്ല് ശേഷിക്കാതെ ഇടിച്ചു കളയുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. കാരണം എന്താണ്? സന്ധിക്കും കാലത്തിന് അറിയാமல் போனபடியால் இந்த கல்லின் ஒரு களிமண் கல்லிராது இடிக்கப்பட்டு போமென்னு சொன்னார். ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നതായ ദൈവവചന സത്യത്തെ നീ മനസ്സിൽ അനുസരിക്കാത്തത് കൊണ്ട് കല്ലിന്റെ മേൽ കല്ല് ശേഷിപ്പിക്കാതെ ദൈവം തന്റെ ആലയത്തെ തകർത്ത് കളയുവാൻ പറയുകയാണ്.
ഇപ്പോഴെങ്കിലും ഇസ്രായേൽ നീ മാനസാന്തരപ്പെടണം. ആയിരം അവർ മനസാന്തരപ്പെടാതെപടിക്ക്, എന്നാൽ അവൻ മാനസാന്തരപ്പെടാഞ്ഞതുകൊണ്ട് യേശുവെ സിലുവിൽ അടിந்து കൊலை செய்யுங்கள் കൂക്കുരലിട്ടാர்கள். യേശു ക്രിസ്തുവിനെ ക്രൂശിക്കണം ക്രൂശിക്കണം എന്നവര് വിളിച്ചു പറയുകയുണ്ടായത്. ഇവരെ പോன்ற കള്ളനാകിയ ബറബാസിനെ വിടുതലയാക്കപ്പെട வேண்டும் എന്ന് കേട്ടുകൊണ്ടാர்கள். അവരെ പോലെ കള്ളനായിരുന്നതായ ബറബാസിനെ വിടുവിക്കണമെന്ന് അവർ ആർപ്പിടുകയാണ്. ഞാൻ ഏന്റെ സത്യങ്ങളെ എല്ലാം വരലാറ്റിൻ നിലകളെ உங்களுக்கு சொல்கிறேன் என்றால், നാം മനസ്സിലാക്കിയതായ സത്യങ്ങളെ എല്ലാം അതുപോലെ പറഞ്ഞു തന്നു കൊടുത്തു. ഇവர்கள் மனம் திரும்ப மறுக்கின்றார்கள். എന്നാൽ അവർ മാനസാന്തരപ്പെടുവാനായിട്ട് താല്പര്യമില്ലാത്തവരായി മാറുകയാണ്. അത് നിമിത്തമായി ദേവൻ ഇവരെ നിഗ്രഹമാക്കിനാർ. അതുകൊണ്ട് ദൈവം ഇവരെ തകർത്തു കളയുന്നു. നാളിലും ദേവജനമേ, ഈ ദിവസത്തിലും ദൈവമക്കളെ മനം തിരുമകളിൽ ദേവൻ നമുക്ക് അழைപ്പ് കൊടുക്കുകയാണ്. മാനസാന്തരപ്പെടണമെന്നുള്ളതായ ആഹ്വാനമാണ് ദൈവം നമുക്ക് തരുന്നത്. ഇവരുടെ മനസാന്തരം ഇല്ലാത്തപടിയാലേ, ഇവരിൽ ഈ വിധത്തിലുള്ള മാനസാന്തരം നമ്മിൽ ഉരുവാകുന്നില്ല എങ്കിൽ ദേവൻ ഇവരെ ഏറെക്കുറെ 3600 ആണ്ടുകാലങ്ങൾ അടിമയായി ഉലകമെങ്ങും ചിതറിക്കപ്പെട്ട ഇസ്രായേലിനെ 3600 വർഷത്തോളം അടിമകളായി ഭൂലോകം എങ്ങും ചതറിച്ചതുപോലെ ഇവർക്ക് 1948 മെയ് മാസം 14 തീയതിയെ ഇവർ സ്വതന്ത്രം നാട്ടെ കൊടുത്ത 1948 മെയ് മാസത്തിലാണ് ഇവർ വീണ്ടും ഒരു ഇസ്രായേലായി രൂപീകൃതമായി തീരുന്നത്. ദൈവജനമെന്ന് വിളിക്കപ്പെട്ടതായ ഈ ജനം ഇവர்கள் ദേവനുடைய സത്യത്തിനും പ്രമാണങ്ങൾക്കും കീഴ്പടിയാതെ ജനങ്ങളായി പോന്നപടിയാണ്. ഈ ഇസ്രായേൽ ദൈവവചനത്തിന്റെ സത്യത്തിനും ദൈവിക പ്രമാണങ്ങൾക്കും അനുസരണമില്ലാത്തവരായി ജീവിച്ചതുകൊണ്ട് ഇവർ മാത്രമല്ല ഇവരുടെ മധ്യേ വേല ചെയ്തതായ ദൈവവേലക്കാരും ഈ വിധത്തിൽ തന്നെ ആയിരുന്നു. പ്രവചനം മീഖാ പ്രവചനം 3-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു, അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു, അതിലെ പ്രവാചകൻ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ ഊഴും, യെരുശലേം കൽക്കുന്നുകളും ആലയത്തിന്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആയിത്തീരും. നിങ്ങൾ നിമിത്തം സിയോനെ വയൽ പോലെ ഉഴും, യെരുശലേം കൽക്കുന്നുകളായും ആലയത്തിന്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയുമായി തീരും. ആചാര്യരും ജനങ്ങളും ദേവനുடைய പിള്ളകളും യാവരും ദേവനെ വിട്ട് വെളിയേറിനാர்கள். ഈ വിധത്തിലെ പുരോഹിതന്മാരും ദൈവവേലക്കാരും ദൈവജനവും ദൈവത്തെ മറന്ന് ജീവിച്ചു. അതുകൊണ്ട് അവരുടെ മധ്യത്തില് ദൈവത്തിന്റെ ന്യായവിധി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ദൈവമക്കളെ, ആണ്ടവരുടെ വരുകை നാட்கள் സമീപിத்துக் கொண்டிருக்கிறது. കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്ന ഈ നാളുകളിൽ രാജ്യം സമീപമായി കൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ രാജ്യത്തെ നാം സ്വന്തപ്പെടുത്തിக் കൊള്ള അழைക്കപ്പെടുகிறோமே. ഈ രാജ്യത്തെ പ്രാപിച്ചെടുക്കുവാനായി ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ദേവനുடைய രാജ്യത്തെ കുറിച്ച് അനേക ദർശനങ്ങളെ കൊണ്ട് അറിയിച്ചിരിக்கிறார். ദൈവരാജ്യത്തെ കുറിച്ച് അനേക പ്രവാചകന്മാരിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെളിപ്പെടുത്തിയ വിശേഷത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പ്രത്യേകമായി ഇത് എഴുതിയിട്ടുണ്ട്. ദാനിയേൽ ദീർഘദർശി പുസ്തകം 2-ാം അധ്യായം 44-ാം വചനത്തിലും, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിലും, ദാനിയേൽ ദീർഘദർശി പുസ്തകം 7-ാം അധ്യായം 21-ാം വചനത്തിലും, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 21-ാം വാക്യത്തിലും നാം ഇവിധമായി വാസിக்கிறோം. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. നീണ്ട ആയുസ്സുള്ളവർ വരുമട്ടാകും ന്യായത്തീർപ്പ് ഉന്നതമായ പരിശുദ്ധവാன்களுக்கு കൊടുക്കപ്പെട്ട് പരിശുദ്ധവാன்കൾ രാജ്യത്തെ സ്വതന്ത്രിத்துக் കൊള്ളും കാലം വരുമട്ടാകും എന്ന് വാസിக்கிறோം. 7:21 വയോധികനായവൻ അന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്തെ കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം വിശുദ്ധന്മാർ രാജ്യത്തെ കൈവശമാക്കുന്ന കാലം വരുമെന്നവിടെ പറയുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അത് കാണുന്നുണ്ട്. 7-ാം ദൂതൻ ഇക്കാലം ഊതിനാൻ, അപ്പോൾ ഉലകത്തിൻ രാജ്യങ്ങൾ നമ്മുടെ കർത്തർക്കും അവിടെ ക്രിസ്തുവുക്കും രാജ്യങ്ങളായിന എന്ന് വാസിக்கிறோം. 15-ാമത്തെ വാക്യം. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു.
இரண்டாம் ஆபத்து கடந்து போயிற்று, மூன்றாம் ஆபத்து வரப்போகிறது என்று அறிவிக்கின்ற ஆண்டவர். രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നുവെന്ന് അറിയിക്കുന്നതായ ദൈവം வெளிப்படுத்தல் 10-ാം அதிகாரம் 6-ാം വചനത്തിൽ വാസിക്കുന്നபடி 7-ാം ദൂതൻ എക്കാലം ഊതുம்போது தேவ ரகசியம் நிறைவேறும் என்று வேதம் சொல்கிறது. വെളിപ്പാട് പുസ്തകം 10:6 നാം വായിക്കുന്നത് പോലെ 7-ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ദൈവത്തിന്റെ മർമ്മം വെളിപ്പെട്ടു വരുമെന്ന് പറയുന്നുണ്ട്. 7-ാം എക്കാലം 7-ാவது മുദ്രകൾ ഉടയ്ക്കപ്പെടും കാലത്തിലെ രാജ്യങ്ങൾ എഴുമ്പ പോകുന്നത്. ഏഴാമത്തെ ദൂതൻ ഊതുമ്പോൾ കാഹളം ഊതുമ്പോൾ 7-ാം മുദ്ര പൊട്ടിക്കുന്നതായ സമയത്ത് ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ വെളിപ്പെടാൻ പോകുന്നത്. ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ വെളിപ്പെട്ടു വരും. ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ച് നാം ധ്യാനം ചെയ്തോ. നേരത്തെ 128 രാജ്യത്തെ കഴിഞ്ഞ രാത്രിയില് ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ച് നാം ധ്യാനം ചെയ്തോ. ദൈവരാജ്യത്തെ കുറിച്ച് നാം ധ്യാനിക്കുകയുണ്ടായി. இந்த ராஜ்யம் வரப்போகிறது என்று நாம் தியானம் செய்கிறோம். ഇന്ന് ഈ രാജ്യം വരുന്നതിനെ കുറിച്ച് ഇന്ന് നാം ധ്യാനിക്കുകയാണ്. ஏனென்றால் நாம் காத்து எதிர்பார்த்து கொண்டிருக்கக்கூடிய ராஜ்யம் அதுவே. കാരണം നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രാജ്യമാണത്. தேவனுடைய வாக்குத்தத்தம் அதுவாக இருக்கிறது. ദൈവത്തിന്റെ വാഗ്ദത്തവും അതാണ്. அந்த ராஜ்யத்தை கொடுப்பதாக വേദാഗമത്തിൽ 40 ദീർഘദർശി മൂലമായി അറിയിക്കപ്പെട്ടിരുന്നത്. ഈ വാഗ്ദത്തം ഈ രാജ്യം നമുക്ക് നൽകപ്പെടുമെന്ന് വേദപുസ്തകത്തില് 40 പ്രവചന പുസ്തകങ്ങളിലൂടെ 40 പ്രവാചകന്മാരുടെ നാം അറിയുന്നുണ്ട്. യോവാൻ സ്നാപകൻ മൂലമായി അറിയിക്കപ്പെട്ടത്. യോഹന്നാൻ സ്നാപകനിലൂടെ നാം അറിയിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 4-ാം അധികാരം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. 3-ാം അധികാരം. ലൂക്കോസ് 3-ാം അധികാരം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വചനം മുതൽ കൊണ്ട് വാസിപ്പോ. 8-ാമത്തെ വാക്യം മുതൽ വായിക്കാം. മനംതിരുമുതലുക്ക് ഏറ്റ കണിയെ കൊടുങ്ങൾ. യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനംതിരുമുതലുക്ക് ഏറ്റ കണിയെ കൊടുങ്ങൾ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കൊടുക്കുവാൻ ഇന്നും വിശ്വാസികളെ നോക്കി ദൈവം ആവശ്യപ്പെടുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങളില് ഈ നാളുകളില് മാനസാന്തരപ്പെട്ട അനുഭവം ഉണ്ടെങ്കിൽ സത്യത്തെ കുറിച്ച് ഭക്തിയും ഭയവും കാണപ്പെടുമുണ്ടോ. ദൈവവചനത്തെ കുറിച്ചുള്ളതായ ഒരു ഭയവും സ്നേഹവും തമ്മിൽ ഉരുവാകുമെങ്കിൽ, ഉലകത്തെ ജയിച്ച് ലോകത്തെ ജയിച്ച് പാപത്തെ കീഴ്പ്പെടുത്താമെങ്കിൽ, സാത്താനെ വീഴ്ത്തി പിശാചിനെ തോൽപ്പിച്ച് സകല തന്ത്രങ്ങളെ എതിർത്ത് നിன்று അവന്റെ സകല പദ്ധതികളെയും എതിർത്തു നിൽക്കുമെങ്കിൽ, എഫേസ്യർ 6-ാം അധ്യായം 12-ാം വചനത്തിൽ വാസിക്കുന്നപടി, എഫേസ്യർ 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാമസേനയോടും എന്നാണ്. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് ഈ ദുഷ്ടശക്തികളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങൾ മാനസാന്തരപ്പെടുകയും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നൽകുകയും ചെയ്യുമെങ്കിൽ ദൈവരാജ്യം പ്രാപിച്ചെടുക്കാം. നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കൊടുക്കുന്നില്ല എങ്കിൽ അത് വെട്ടി തീയിലിട്ട് കളയുമെന്ന് പറയുന്നു. നാം ഇന്ന് പകൽക്കാല ഉപവാസത്തോടെ കടന്നു വന്നിരിക്കുകയാണല്ലോ. വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന അനുസരിച്ച് ഉപവാസം എന്നാൽ എന്താണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 6-ാം വചനം മുതൽ 5 മുതൽ വാസിപ്പോ. 5 മുതലുള്ള വാക്യം വായിക്കട്ടെ. மனுஷன் தன் ஆத்துமாவை ஒடுக்குகிறதும் தலைவணங்கி நாணலை போல் ரட்டிலும் சாம்பலையும் படுத்துக் கொள்ளுகிறதும் எனக்கு பிரியமான உபவாச நாளாய் இருக்குமோ? இதையா உபவாசம் என்றும் கர்த்தருக்கு பிரியமான நாள் என்று சொல்லுவாய்? அக்கிரமத்தின் கட்டில் அவிழ்க்கிறதும் நுகத்தடியின் பிடையல்களை நிகழ்கிறதும் நெருக்கப்பட்டு இருக்கிற விடுதலையாக்கி விடுகிறதும் சகல நுகத்தடி உடைத்து போடுகிறதும் பசி உள்ளவனுக்கு ஆகாரத்தை பகிர்ந்து கொடுக்கிறதும் துரத்துண்ட சிறுமியான வீட்டில் சேர்த்துக் கொள்கிறதும் வஸ்திரம் இல்லாதவனை கண்டால் அவனுக்கு வஸ்திரம் கொடுக்கிறதும்
உன் மாம்சமானவனுக்கு உன்னை ஒடிக்காமல் இருந்தால் அல்லவோ எனக்கு உகந்த உபவாசம் என்று சொல்லப்படுகிறது. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമുക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുകയും അലിഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതെ ഇരിക്കുന്നതുമല്ലയോ? எனக்கு உகந்த உபவாசம் என்று சொல்லப்படுகிறது. ഇതാണ് എനിക്ക് പ്രിയമുള്ള ഉപവാസം എന്ന് കർത്താവ് പറയുന്നു. பசியுள்ளவனுக்கு உன் ஆகாரத்தை பகிர்ந்து கொடுக்க வேண்டும். വിശപ്പുള്ളവന് നിന്റെ ആഹാരത്തെ പകർന്നു കൊടുക്കണം. பசியுள்ளவென்றால் ശരീരപ്പടിயான ആഹാരമാ അല്ല. വിശപ്പിനുള്ളതായ അപ്പം എന്ന് പറയുന്നത് ശരീരത്തിനുള്ളതായ വിശപ്പിനെ കുറിച്ചല്ല, ആവിക്കുரிய ആഹാരം, ആത്മീകമായ വിശപ്പിനെ കുറിച്ചുള്ള പറയുന്നു. ഇസ്രായേലിയർക്ക് 40 ആണ്ടുകാലങ്ങൾ മறைவான മന്നാവിനെ പോഷിത്താർ. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വർഗത്തിലെ ദൈവം 40 ദിവസം മനുഷ്യർക്ക് അറിയാത്തതായ ഭക്ഷണത്താൽ പോഷിപ്പിക്കുന്നുണ്ട്. ഈ നാളുകളിൽ ദൈവം നമുക്ക് തന്റെ വചനം എന്ന ഭക്ഷണം നൽകിയിരിക്കുന്നു. ഈ തിരുവചനം അറിയാത്തതായ ജനത്തിന് ഇതിനെക്കുറിച്ച് ദാഹമുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. തുറത്തുണ്ട് സിറുമയാണ് ഒരു വീട്ടിലെ ചേർത്ത് കൊള്ളുகிறது എന്ന് വേദം ചൊല്ലുகிறது. അതുകൊണ്ട് നുകത്തിന് അന്യായ ബന്ധനങ്ങളെ തകർത്തുകളാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. തുറത്തുണ്ട് സിറുമയാണ് വീട്ടിൽ അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളണം. പാപം ചെയ്ത് ദേവനെ വിട്ട് വിരട്ടടിക്കപ്പെട്ടാൽ വെളിയേറി പോണ ആ പാപം ചെയ്ത ആദാമൈ പോன்றவர்களை നാം ചേർത്ത് കൊള്ള വേണ്ടുമാണെന്ന് ചൊല്ലി, പാപത്തിന്റെ ഫലമായി പാപനിമിത്തമായിട്ട് ദൈവ ഭവനത്തിൽ നിന്ന് ഓടിച്ചതായ ആദാമിനെ പോലുള്ളതായ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വ്യക്തികളെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് കൊള്ളണമെന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. വസ്ത്രമില്ലാത്തവനെ കണ്ടാൽ അവന് വസ്ത്രം കൊടുക്കണമെന്ന് വേദം ചൊല്ലുகிறது. നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കണമെന്ന് ദൈവവചനം പറയുന്നു. വസ്ത്രമെന്നാൽ ശരീരപ്പടിയാണ് വസ്ത്രമല്ല. വസ്ത്രം എന്ന് പറയുന്നത് ശരീരപ്രകാരമുള്ള വസ്ത്രമല്ല. രക്ഷിപ്പിൻ വസ്ത്രമില്ലാത്തവർക്ക് നാം രക്ഷിപ്പை കൊടുക്ക வேண்டும். രക്ഷയുടെ വസ്ത്രം അണിഞ്ഞിട്ടില്ലാത്തവർക്ക് രക്ഷയുടെ വസ്ത്രം കൊടുക്കണമെന്ന് പറയുകയാണ്. രക്ഷിപ്പിൻ പാതയെ കാണിക്ക வேண்டும். രക്ഷാമാർഗം കാണിച്ചു കൊടുക്കണം. രക്ഷിപ്പിൻ ആലോചന കൊടുക്ക வேண்டும். രക്ഷയ്ക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകി കൊടുക്കണം. അപ്പടി അവർക്ക് കൊടുക്കുമ്പോൾ അവരും അങ്ങനെ അവർക്ക് നൽകി കൊടുക്കുമ്പോൾ അവരും രക്ഷിക്കപ്പെടുവാர்கள், രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും. നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതിരിക്കുന്നതല്ലയോ എനിക്ക് പ്രിയമുള്ള ഉപവാസം. ഈ വചനത്തിന് പല ദൈവമക്കളും മറ്റു വിധത്തിലുള്ളതായ വ്യാഖ്യാനങ്ങൾ നൽകി കൊടുക്കാറുണ്ട്. ஏற்றுக்கொள்வதும் ஆராதிப்பதும் அவருக்கு உரிய உகந்ததாக இருக்க வேண்டும். നമുക്ക് നിന്റെ മാംസരക്തമായുള്ളവർ എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡശരീരത്തിന് പങ്കാളികളായി തീർന്ന എല്ലാ ദൈവമക്കളുമായുള്ള ഒരു കൂട്ടായ്മയുടെ ബന്ധം. அந்த இயேசுவுக்கு நம்மை ஒளிக்காமல் ஒளிந்து கொள்ளாமல் ആദാമൈ പോൽ ഒളിഞ്ഞു കൊള്ളാமல், ആ യേശു കർത്താവിൽ നിന്ന് നാം ആദാമിനെ പോലെ മാറി ഒളിക്കാതെ നമുക്ക് മാംസമായിരിക്കുന്ന യേശുവിന്റെ മുൻപാകെ നാം നിൽക്കേണ്ടതാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ഉപവാസം എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവമക്കളെ, കർത്താവിന്റെ രാജ്യം സമീപമായിരിക്കുന്ന ഈ നാളുകളിൽ രക്ഷിക്കപ്പെടാത്തവർക്ക് രക്ഷയുടെ മാർഗം നാം കാണിച്ചു കൊടുക്കേണ്ടതല്ലോ. വസ്ത്രമില്ലാതെ നഗ്നനായി നടക്കുന്നവർക്ക് രക്ഷയുടെ വസ്ത്രം കാണിച്ചു കൊടുക്കണം നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? നമ്മുടെ കർത്താവിന്റെ മുൻപാകെ തേജസ് പ്രാപിച്ചവരായി കർത്താവിന് മഹത്വം കൊടുക്കുന്നവരായി നാം തീരേണ്ടവരല്ലയോ? നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മറുരൂപം, ആ തേജസ്കരിക്കപ്പെട്ട ശരീരം നാം കാണേണ്ടവരല്ലയോ? വേദപുസ്തകത്തിലെ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം നാം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മറുരൂപം മലയില് പേതുരു യാക്കോബ് യോവാൻ എന്നിവർക്ക് മുൻപാകെ മറുരൂപമാനാർ. പത്രോസിനും യാക്കോബിനും യോഹന്നാനും മുൻപാകെ രൂപാന്തരപ്പെടുന്നുണ്ട്. മത്തായി 17-ാം അധ്യായം 1 മുതൽ 3 വസ്ത്രങ്ങളെ വാസിக்கிறேன். മത്തായിയുടെ 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു.
മോശയും ഏലിയായും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്ന നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിൽ ഉണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദം. ആണ്ടവർ യേശു, പേതുരു, യാക്കോബ്, യോവാൻ എന്ന മൂവർക്ക് മുൻപാக മറുരൂപമാണ്. ഇവിടെ ഈ വേദവാക്യങ്ങളില് യേശു കർത്താവ് പത്രോസിനും യാക്കോബിനും യോഹന്നാനും മുൻപില് രൂപാന്തരപ്പെട്ടു എന്ന് കാണുന്നുണ്ട്. അവരുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചത് എന്ന് വായിക്കുന്നു. കർത്താവിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അവർ അണിഞ്ഞിരുന്ന വസ്ത്രം വെളിച്ചത്തെ പോലെ പ്രകാശിച്ചത് എന്ന് അറിയുന്നു. അവന്റെ വസ്ത്രം പ്രകാശം പോലെ വെള്ളയായി തീർന്നു വായിക്കുന്നുണ്ട്. എന്നാൽ പേതുരുവോ അതിന്റെ മേന്മയെ അറിയാത്തപടിയാൽ, എന്നാ പത്രോസ് അതിന്റേതായ യഥാർത്ഥ സത്യം മനസ്സിലാക്കാതെ, ഇവർ உங்களுக்கு நீங்கள் തങ്ങിയെടുപ്പதற்கு കൂടാരമായി அமைப்போமாக என்று சொன்னார். അതുകൊണ്ട് അവർക്ക് പാർക്കുവാനായി കൂടാരം പണിയാമെന്ന് പറയുകയാണ്. ആണ്ടവർ മഹിമൻ കൂടാരത്തിൽ ഇരിக்கிறார். കർത്താവ് തേജസ്സിന്റെ കൂടാരത്തിൽ വസിക്കുമ്പോൾ അവരുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ